നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിനൊപ്പം മാത്രമല്ല, കപ്പ, പുട്ട്, ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ഒരു തേങ്ങ അരച്ച മീൻകറിയാണ് ഇന്നുണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. മീൻകറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ആദ്യമേ തന്നെ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് അരയ്ക്കുന്നതിനാവശ്യമായ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ല കുഴമ്പ് രൂപേണ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ തേങ്ങ അരച്ച അരപ്പ് നമ്മൾ മീൻകറി വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. മീൻകറി കഴിവതും മൺചട്ടിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൺചട്ടിയിൽ വെക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അരപ്പൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ മിക്സി കഴുകിയ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഞാനൊരു 3.5 ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 4 കഷ്ണം കുടംപുളി അരമണിക്കൂറോളം കുതിർത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 എരിവുള്ള പച്ചമുളക്, 2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 750 ഗ്രാം അയിലയുടെ മീറ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കിലോ തൊട്ട് 1 കിലോ വരെ നമ്മൾ ഈ സെയിം റെസിപ്പിയിൽ ഈ സെയിം അളവ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി അരപ്പ് മീനും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ചട്ടി ഒന്ന് കറക്കി കൊടുക്കുക. അതിനുശേഷം തുറന്ന് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ ചാറൊക്കെ ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് കറക്കി കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു വറവലിടണം. അതിനായിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നപ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 2 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ നിറം ഒന്ന് നന്നായിട്ട് മാറി വരുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ളിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് 2 വറ്റൽമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഒരു 2 തണ്ടോ 3 തണ്ട് കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് കൂടെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ആക്കാവുന്നതാണ്. മീൻകറിക്ക് ഇടാനുള്ള വറവൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം ഒരു 10 മിനിറ്റ് തുറന്ന് വെച്ച് നമ്മളൊന്ന് കുക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വറവൽ ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. വറവൽ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംഭൻ മീൻകറി റെഡിയായിട്ടുണ്ട്. കപ്പ, പുട്ട്, ചോറ്, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, അപ്പം എന്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പിയാണിത്. വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.